ദിനം പ്രതി ഇന്നേ കാലത്ത് ക്യാൻസർ രോഗികൾ കൂടിക്കൂടി വരികയല്ലേ? ഭക്ഷണ ക്രമീകരണം ഇല്ലായ്മ, പിന്നീട് കാർസിനോജൻസ്, റേഡിയേഷൻസ്, വൈറസസ്, ഇതെല്ലാം ക്യാൻസർ പെരുകുന്നതിന് കാരണമാകുന്നതായിട്ട് എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് എന്നുള്ളൊരു പഠനം പറയുന്നു. കൂടാതെ DNA ഉണ്ടാകുന്നതായിട്ടുള്ള പരിപ്രവർത്തനം, മ്യൂട്ടേഷൻസ്, അത് അസാധാരണമായിട്ട് വ്യാപിക്കുന്ന അവസ്ഥ കോശങ്ങളിലേക്ക്. അത് വ്യാപിച്ചിട്ട് ഇപ്പം ട്യൂമർ, ഫോർ എക്സാമ്പിൾ ട്യൂമർ അതിൻ്റെ അതിപ്രസരമാണല്ലോ, അധികരിക്കുന്നതാണല്ലോ നമ്മൾ ട്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജിക്കലായിട്ട്, ജീവശാസ്ത്രപരമായിട്ട് ക്യാൻസറിന് പല വിവരണങ്ങളുണ്ട്. ചിലതിനൊന്നും വിവരണമില്ല, പലതിനും പലതരം വിവരണങ്ങളായിട്ട് പറയപ്പെടുന്നുമുണ്ട്. എന്തായാലും വളരെ വ്യക്തമായിട്ട് ജീവശാസ്ത്രപരമായിട്ട് ചില ക്യാൻസർ റിസർച്ച് സെൻറ്റേഴ്സ് ഒരുപാട് പഠനങ്ങൾ ഇന്നും നടത്തി വരുന്നതേ ഉള്ളൂ, നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും മനുഷ്യനിൽ ക്യാൻസറുണ്ട്. ക്യാൻസർ ചികിത്സകൾ നടന്നു വരികയാണ്. ചിലത് വിജയിക്കുന്നു, ചിലത് വിജയിക്കുന്നില്ല. ധാരാളം പേര് മരണത്തിന് വിധേയമാകുന്നു. എന്തായാലും ശരി തന്നെ, വ്യക്തമായ അതിൻ്റെ സയൻറ്റിഫിക് റീസൺസും ശരിയായിട്ടുള്ള അതിൻ്റെ ചികിത്സ 100% ക്യാൻസർ അതിജീവിക്കാം എന്നതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, വന്നേക്കും. കാരണം അത്രമാത്രം സയൻറ്റിഫിക് റിസർച്ച് ഇതിൻ്റെ പിന്നെ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. എന്തായാലും ക്യാൻസർ രോഗികൾ കൂടി വരുന്നു എന്നുള്ളത് വാസ്തവം, സത്യം. പ്രത്യേകിച്ച് ഇന്ന് കൊളോൺ ക്യാൻസർ, ഇൻഡസ്റ്റൈൻ ക്യാൻസർ, കാരണം കണ്ടതൊക്കെ വലിച്ചുവാരി തിന്നുകയല്ലേ. പ്രത്യേകിച്ച് മൃഗക്കൊഴുപ്പ് ദഹിക്കത്തോലുമില്ല, തിന്നേക്കുവാണ്. എന്തുമാത്രം ക്യാൻസർ രോഗികളാണ് ഓരോ ആശുപത്രികൾ, ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. മനുഷ്യൻ്റെ ഈ ഭക്ഷണ നിയന്ത്രണം ഇല്ലായ്മ, ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതികളും, ദഹിക്കാൻ ഒട്ടും തന്നെ പറ്റാത്ത തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ പിടിച്ചു തിന്ന് ക്യാൻസർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവജാലങ്ങളിലും ക്യാൻസർ സെൽസ് ഉണ്ട്. എല്ലാവരിലും ക്യാൻസറിൻ്റെ അംശമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് വളരെ അപകട അവസ്ഥയിൽ ഉണ്ടാകുന്ന ചിലരിൽ മാത്രം. ഏതായാലും സൈക്കോളജിക്കലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇമോഷണൽ ഫാക്ടേഴ്സിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ചില വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കിടന്നിട്ടും ജീവിതത്തിന് ഒരു അർത്ഥം കാണാത്ത മാനസികാവസ്ഥയിലും വെറുപ്പ്, വിദ്വേഷം, ഹേറ്റർനെസ്, ഭയങ്കരമായിട്ടുള്ള വെറുപ്പ്, വിദ്വേഷം, അത് തീർച്ചയായിട്ടും ക്യാൻസറിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ ഒഴുക്ക്, അപ്പം നമ്മുടെ മൈൻഡ്, ബോഡി, സ്പിരിച്വാലിറ്റി, അപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, ആധ്യാത്മികമായിട്ടുള്ള കണക്ഷൻ വേർപ്പെടുമ്പോഴും ക്യാൻസർ വരാൻ സാധ്യത ഉണ്ട് എന്ന് മെറ്റാഫിസിക്കലായിട്ടുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്, ബിയോണ്ട് നമ്മൾ ഫിസിക്സ്. അപ്പം നമുക്ക് ജീവശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ഒരുപാട് കാരണങ്ങൾ ക്യാൻസറിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ശാരീരികം, നമ്മുടെ മാനസികം, വൈകാരിക തലം, കുടുംബപരം, സാമൂഹികം, സാമ്പത്തികം, ആരുടെയെങ്കിലും മരണം, നഷ്ടം, ഇതെല്ലാം തന്നെ ക്യാൻസറിൽ കൊണ്ട് എത്തിക്കാം. അപ്പോൾ നമ്മൾ പഠനം നടക്കുന്നത് ഫിസിയോളജി, അനോട്ടമി, ബയോകെമിസ്ട്രി, ഇതാണല്ലോ പ്രധാനമായിട്ടും മെഡിക്കൽ വേൾഡിൽ നടക്കുന്ന പഠനങ്ങൾ. തീർച്ചയായിട്ടും അതിൻ്റേതായ ഗുഡ്നെസ് ഉണ്ട്, നല്ലതുണ്ട്, തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. എന്നിരുന്നാലും നമുക്ക് തിരിച്ച് റീജനറേഷൻ ഓഫ് അവർ സെൽസ്, അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. അപ്പോൾ ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നതാണ് ക്യാൻസർ. എന്തായാലും നമുക്ക് പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ സൈക്കോ ഓൺകോളജിയുടെ ഒരു പഠനം, അതിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് മെഡിറ്റേഷൻസ്, റിലാക്സേഷൻസ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സിസ്റ്റംസ് യാതൊരു മരുന്നില്ലാതെ
100% ഔഷധരഹിതമായിട്ടുണ്ട്. നമ്മുടെ മുഖത്തേലുള്ള നമ്മുടെ സ്വന്തം പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലുണ്ട്. നിങ്ങൾ വരിക. ഇവിടെ സൈക്കോ ഓൺകോളജിയുടെ ഒരു പഠനം നമുക്ക് തീർച്ചയായിട്ടും സുരക്ഷിതമാണല്ലോ. വന്ന് എന്തായാലും നിങ്ങൾ റിസ്കിലല്ലേ. അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ, നമ്മൾ ക്യാൻസർ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാം, അതും പ്രധാനമാണല്ലോ. ഇപ്പം നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അപ്പോൾ എന്തായാലും ഒരുപാട് നമുക്ക് ഇതിനകത്ത് പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും ഉണ്ട്. വരിക. റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്, മോഡാലിറ്റീസ് ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്. ഔഷധരഹിതമാണ്, 100% സുരക്ഷിതമാണ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ സൈക്കോ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ്. വരിക.